തുടരും എന്ന സിനിമ ഇന്ന് എന്താകും? ഇത് തന്നെയാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും ചിന്ത, എക്സ്പെഷ്യലി മോഹൻലാൽ ആരാധകരുടെ. മോഹൻലാൽ ശോഭന കോംബോ പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്ന തരുൺമൂർത്തി ചിത്രമാണ് തുടരും. സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷ നൽകിയിരിക്കുന്ന സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമ കണ്ട് അഭിപ്രായം അറിയിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ എന്ന് പറയുകയാണ് തരുൺമൂർത്തി. അഡ്വാൻസ് ബുക്കിംഗിൽ തുടരുമെന്ന ചിത്രം ഗംഭീര മുന്നേറ്റമാണ് ബോക്സ് ഓഫീസിൽ നടത്തിയത്. 2 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്നും മാത്രം പ്രീസെയിലൂടെ നേടുകയും ചെയ്തു. ഇതൊക്കെ തുടരുമെന്ന സിനിമ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ആകാംക്ഷ തന്നെയാണ്. അതിനൊപ്പം തന്നെ തന്റെ 3ാമത്തെ ചിത്രമായ തുടരും എത്തുമ്പോൾ തരുൺമൂർത്തിക്കും ചിലതൊക്കെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. മലയാളികൾ കണ്ടുവളർന്ന ആ ജനപ്രിയ കൂട്ടുകെട്ടിനെ വീണ്ടും തിരശീലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ അതിയായ സന്തോഷമുണ്ടെന്ന് തരുൺമൂർത്തി കുറിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരോട് ഈ സിനിമ കാണാൻ പറയും എന്ന വിശ്വാസത്തിൽ തുടരുമിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണെന്നും തരുൺമൂർത്തി പറയുന്നുണ്ട്. ആദ്യം മുതലേ തരുൺമൂർത്തി വേർഡ് ഓഫ് മൗത്തിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. തുടരുമെന്ന നമ്മുടെ ചിത്രം നിങ്ങളുടെ അടുത്തുള്ള പ്രദർശനശാലയിലേക്ക് എത്തുകയാണ്. ഈ 3ാം ഊഴത്തിൽ എന്റെ സിനിമാ യാത്രയ്ക്ക് കൂട്ടായ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങളായ മോഹൻലാൽ സാറും ശോഭന മാമും കൂടെയുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. മലയാളികൾ കണ്ടുവളർന്ന ഒരു ജനപ്രിയ കൂട്ടുകെട്ടിനെ വീണ്ടും തിരശീലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ എല്ലാവരും എത്തും എന്ന പ്രതീക്ഷയിൽ. അതിലുപരി സിനിമ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരോട് ഈ സിനിമ കാണാൻ പറയുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങൾ ഒരുമിച്ച് കണ്ട മെനഞ്ഞെടുത്ത ഞങ്ങളുടെ സ്വപ്നം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. പേരെടുത്ത് പറയേണ്ട ഒരുപാട് പേരുകൾ ഉണ്ട്. എനിക്കൊപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി രാപ്പകൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പണിയെടുത്തവർ, സ്നേഹിച്ചവർ, കരുതലായി നിന്നവർ. പക്ഷെ 3 പേരുകൾ പറയാതെ ഈ കുറിപ്പ് അവസാനിപ്പിക്കാൻ പറ്റില്ല. സുനിലേട്ട, രഞ്ജിത്തേട്ട, ലാലേട്ട. ഒരുപക്ഷെ എന്നെക്കാളും ഞങ്ങളെക്കാളും മുൻപ് ഒരുപാട് കാലമായി ഈ സിനിമ സ്വപ്നം കണ്ടത് നിങ്ങളാണ്. ഇത്രകാലം നിങ്ങൾ ഈ സിനിമയ്ക്കായി നൽകിയ സ്നേഹത്തിന് പ്രതിഫലമായി സിനിമ നമ്മളെ സ്നേഹിക്കുന്ന ദിനങ്ങൾക്കായി സ്നേഹത്തോടെ നമുക്ക് തുടരാം, എല്ലാം തുടരണം എന്ന് സ്വന്തം തരുൺമൂർത്തി എന്നതായിരുന്നു തന്റെ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ തരുൺമൂർത്തിക്ക് പറയാനുണ്ടായിരുന്നത്. രാവിലെ 10 മണി മുതൽ സിനിമയുടെ ഫസ്റ്റ് ഷോ ആരംഭിക്കുകയാണ്. വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും. മികച്ചൊരു റെസ്പോൺസ് കിട്ടും എന്ന് തന്നെ പറയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ആരാധകരും ഒരു ചർച്ച നടത്തിയിരുന്നു. തുടരും എന്ന സിനിമയെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷ എന്തെന്ന് പറയുകയായിരുന്നു. സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു സംതൃപ്തി കിട്ടണം, അങ്ങനെ ഒന്ന് തുടരുമെന്ന ചിത്രത്തിൽ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആത്യന്തികമായി അതാണ് അവർക്ക് ലഭിക്കേണ്ടത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വേർഡ് ഓഫ് മൗത്തിൽ ഈ ചിത്രം ഗംഭീരമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ പ്രതീക്ഷയിലാണ് അവർ സിനിമ കാണാൻ ഇറങ്ങുന്നത്. നാളത്തെ ഫസ്റ്റ് ഡേ മാത്രമല്ല, അത് കാണാൻ പറ്റാത്തവരും അതിനടുത്തുള്ള ഷോകളും ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. മോഹൻലാൽ എന്ന ആ വലിയ താരം ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ എത്തുന്നു. അത് കാണാൻ ഒരു കൂട്ടം പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുകയാണ്. നർമ്മ മുഹൂർത്തങ്ങൾക്കും ഫാമിലി ഇമോഷൻസിനും ഒപ്പം അല്പം സർപ്രൈസുകൾക്കും സാക്ഷ്യം വഹിക്കാൻ, ആ ഗംഭീര മോഹൻലാൽ പ്രകടനത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തുകയാണ് നമ്മളെല്ലാവരും. കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന പ്രത്യേകതയും. ബിനു പപ്പു, ഫറാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട്.